+1 കെമിസ്ട്രിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സീരീസിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്റർ ആണ്. സോ അതിന്റെ സെക്കൻഡ് പാർട്ടാണിത്. ഫസ്റ്റ് പാർട്ട് ഈ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. Okay, let's start with the questions. Mention two observations which could not be explained by wave nature of electromagnetic radiations. Electromagnetic radiationന്റെ wave nature വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത ഏതെങ്കിലും രണ്ട് ഒബ്സർവേഷൻസ് മെൻഷൻ ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ പറയാം, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് പറയാം, അല്ലെങ്കിൽ വേരിയേഷൻ ഓഫ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ്സ് വിത്ത് ടെമ്പറേച്ചർ പറയാം, അല്ലെങ്കിൽ ലൈൻ സ്പെക്ട്ര ഓഫ് ആറ്റംസ് പറയാം, കോംപ്റ്റൺ ഇഫക്റ്റ് പറയാം. ഏതെങ്കിലും രണ്ടെണ്ണം മെൻഷൻ ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is photoelectric effect? Write two important results observed during photoelectric effect. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന്റെ സമയത്ത് ഒബ്സർവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട്സ് മെൻഷൻ ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ it is a process of ejection of electrons from the surface of some metals when light of suitable frequency incident on them. അതായത് suitable frequency ഉള്ള ലൈറ്റ് ചില മെറ്റൽ സർഫേസിനെ ഹിറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുക. അതായത് ഫോട്ടോ ഈസ് സംതിങ് റിലേറ്റഡ് ടു ലൈറ്റ്. ലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി ഫോം ചെയ്യുക, ഇലക്ട്രോൺസ് ഇജക്റ്റ് ആവുക, അതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. The electrons are ejected from the metal surface as soon as the beam of light strikes the surface. ലൈറ്റ് ഈ മെറ്റൽ സർഫേസിനെ സ്ട്രൈക്ക് ചെയ്യുന്ന അതേ ഇൻസ്റ്റൻസിൽ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യുന്നുണ്ട്. ഈസ് നോട്ട് ടൈം ലാഗ്. ടൈം ലാഗ് ഉണ്ടാവുന്നില്ല. എപ്പോഴാണോ ലൈറ്റ് മെറ്റൽ സർഫേസിനെ ഹിറ്റ് ചെയ്യുന്നത് ആ നിമിഷം തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇലക്ട്രോൺസിന്റെ ഇജക്ഷൻ നടക്കുന്നുണ്ട്. അതാണ് ഒരു ഒബ്സർവേഷൻ. Then the number of electrons ejected is proportional to the intensity or brightness of light. ലൈറ്റിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ് ഇതിനെ മാത്രമാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ എത്ര ഇലക്ട്രോൺസ് ആണോ ഇജക്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആ ലൈറ്റിന്റെ ബ്രൈറ്റ്നെസ്. ഓക്കെ, ഫോർ ഈച്ച് മെറ്റൽ there is a minimum frequency called threshold frequency below which photoelectric effect is not observed. So threshold frequency എന്താണ് എന്ന രീതിയിൽ ഡയറക്റ്റ് ആയിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുക. സോ ദിസ് പോയിന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഓരോ മെറ്റലിനും ഒരു ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ട്. അതിൽ കുറവാണ് ഈ ഇൻസിഡന്റ് ലൈറ്റിന്റെ ഫ്രീക്വൻസി എങ്കിൽ നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഒബ്സർവ് ചെയ്യാൻ കഴിയില്ല. ഇനിയിപ്പോ നല്ല ബ്രൈറ്റ്നെസ് ഉള്ള ഒരു ലൈറ്റ് ആണ് എങ്കിൽ പോലും ത്രെഷോൾഡ് ഫ്രീക്വൻസി എങ്കിലും അതിന് ഇല്ല എങ്കിൽ നമുക്കവിടെ എന്ത് ഒബ്സർവ് ചെയ്യാൻ കഴിയില്ല? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഒബ്സർവ് ചെയ്യാൻ കഴിയില്ല. സോ ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഒബ്സർവ് ചെയ്യാൻ കഴിയുള്ളൂ. The kinetic energy of the ejected electrons is directly proportional to the frequency of the incident light. ഇൻസിഡന്റ് ലൈറ്റിന്റെ ഫ്രീക്വൻസിയെയാണ് ആ ഇജക്റ്റഡ് ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ ഇജക്ട് ചെയ്ത് പോകുന്ന ഇലക്ട്രോൺസ് ഒരു പ്രത്യേക കൈനറ്റിക് എനർജിയിൽ ട്രാവൽ ചെയ്യുള്ളൂ. ആ കൈനറ്റിക് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡന്റ് ലൈറ്റ്. സോ ഇതാണ് അതിന്റെ ഇക്വേഷൻ. ഹാഫ് എം വി സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ്. That is equal to h nu minus h nu 0. h nu എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസിഡന്റ് ലൈറ്റിന്റെ എനർജി. h nu 0 എന്ന് വെച്ചാൽ nu 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെഷോൾഡ് ഫ്രീക്വൻസി ആണ്. സോ ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയാണ് h nu 0. അതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, the threshold frequency of a metal is 7 into 10 to the power 14 second inverse. Calculate the kinetic energy of an emitted electron when radiation of frequency 1 into 10 to the power 15 second inverse hits the metal. അതായത് ഒരു മെറ്റലിന്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഇത്രയാണ് എന്ന് തന്നിട്ടുണ്ട്. ഇതാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി ന്യൂ 0. ഇതാണ് ആ ഇൻസിഡന്റ് ലൈറ്റിന്റെ ഫ്രീക്വൻസി. സോ ഇതിന്റെ ഇതിന്റെ കൈനറ്റിക് എനർജി എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതാണ് ഇക്വേഷൻ h nu minus h nu 0. ഓക്കെ, h രണ്ടിലും കോമൺ ആണ്. സോ നമുക്ക് h പുറത്തോട്ട് എടുക്കാം. h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ 0. ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ന്യൂ എത്രയാ? ന്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസിഡന്റ് ലൈറ്റിന്റെ ഫ്രീക്വൻസി 1 into 10 to the power 15 second inverse. ന്യൂ 0 നമുക്ക് തന്നിട്ടുണ്ട് 7 into 10 to the power 14 second inverse. h എന്ന് വെച്ച് കഴിഞ്ഞാൽ
കോൺസ്റ്റന്റ് ആണ്. സോ അതിന്റെ വാല്യൂ നമുക്ക് പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ നമുക്ക് അറിഞ്ഞിരിക്കണം. 6.626 into 10 to the power minus 34. ഇതാണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അഥവാ നിങ്ങൾക്ക് അറിയില്ലാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടേബിളിൽ ഈ വാല്യൂ കൊടുത്തിട്ടും ഉണ്ടാവും. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇക്വേഷനിൽ വാല്യൂസ് ഒക്കെ നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ. Next question. The dual behavior of matter was proposed by the French physicist de Broglie. State the dual behavior of matter. Matterന്റെ dual behavior എന്ന് വെച്ചാൽ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Matter has both particle nature and wave nature. Matterന് എന്തുണ്ട്? പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് നേച്ചർ ഉണ്ട്. രണ്ട് നേച്ചർ ഉണ്ട്, ഡ്യുവൽ നേച്ചർ ഉണ്ട് മാറ്ററിന് എന്നതാണ് ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. ലൈക്ക് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അതായത് ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്, വേവ് നേച്ചർ ഉണ്ട് എന്ന് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു. സോ അതുപോലെ തന്നെ മാറ്ററിനും പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും ഉണ്ട്. സോ ഇതിനോട് മാറ്ററിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് വരുന്ന വേവിന്റെ ആ ഒരു വേവിനെ നമ്മൾ മാറ്റർ വേവ് എന്നാണ് വിളിക്കുക. എന്താണ്? മാറ്റർ വേവ്. മാറ്റർ വേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്ററിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വേവ്. ഓക്കെ. ദിസ് ഇസ് നോൺ ആസ് dual behavior of matter. A moving electron has a de Broglie wavelength of 7 into 10 to the power minus 7 meter. Calculate its kinetic energy. നമുക്ക് ഒരു മൂവിങ് ഇലക്ട്രോണിന്റെ de Broglie wavelength, ആ മാറ്റർ വേവിന്റെ ലെങ്ത്, മാറ്റർ വേവ് ലെങ്ത് 7 into 10 to the power minus 7 meter ആണ് എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, മാസ് ഓഫ് ഇലക്ട്രോൺ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. സോ de Broglie ഇക്വേഷൻ, ഈ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ലാംഡ ഈക്വൽ ടു h by mv. ലാംഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേവ് ലെങ്ത്, h എന്ന് വെച്ചാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, m മാസ്, v വെലോസിറ്റി. നമുക്ക് തന്നിട്ടുള്ളത് എന്താ? നമുക്ക് തന്നിട്ടുള്ളത് ആകെ വേവ് ലെങ്ത് ആണ്. കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഹാഫ് എം വി സ്ക്വയർ ആണ്. എം നമുക്ക് ഇലക്ട്രോൺ ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇലക്ട്രോണിന്റെ മാസ് ആണ് ഇവിടുത്തെ എം. വി നമുക്ക് അറിയില്ല, വി നമുക്ക് കണ്ടുപിടിക്കണം. സോ ആ വി നമുക്ക് എവിടുന്ന കിട്ടുക? എച്ച് ബൈ എം വി ആണ് മാറ്റർ വേവിന്റെ വേവ് ലെങ്ത്തിന്റെ ഇക്വേഷൻ. വേവ് ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്, എച്ച് കോൺസ്റ്റന്റ് ആണ്, എം മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. സോ ഇത് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി അതിൽ നിന്ന് കണ്ടുപിടിക്കാം. സോ വി ഈസ് ഈക്വൽ ടു എച്ച് ബൈ ലാംഡ എം. എച്ചിന്റെ വാല്യൂ നമുക്കറിയാം, ലാംഡ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ലാംഡ, ഇതാണ് നമ്മുടെ ലാംഡ. ഓക്കെ, ആ ലാംഡ ആണെങ്കിൽ ലാംഡ. ദെൻ എം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് ഓഫ് ഇലക്ട്രോൺ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വി കിട്ടും. എന്നിട്ട് ഈ കിട്ടിയ വി ഉണ്ടല്ലോ, ഈ വി എടുത്തിട്ട് ഹാഫ് എം വി സ്ക്വയറുള്ള വിയുടെ സ്ഥാനത്ത് കൊടുക്കുക. സോ ഇതാണ് നമുക്ക് കിട്ടിയ വി, ഹാഫ് എം മാസ് ഓഫ് ഇലക്ട്രോൺ. ഇത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഈ വാല്യൂ, അതിന്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കൈനറ്റിക് എനർജി കിട്ടും. Calculate the de Broglie wavelength associated with an electron with velocity 1.6 into 10 to the power 6 meter per second. ഒരു ഇലക്ട്രോണിന്റെ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ de Broglie wavelength കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതിന്റെ ഇക്വേഷൻ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ നമുക്കറിയാം. എമ്മിന്റെ വാല്യൂ അതായത് ഇലക്ട്രോൺ ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇലക്ട്രോണിന്റെ മാസ് ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു വി, വെലോസിറ്റി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ വി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കിട്ടും. ഇതാ 0.455 നാനോമീറ്റർ. Next question. Give the names of series of spectral lines of atomic hydrogen and their region in the electromagnetic spectrum. ഹൈഡ്രജന്റെ സ്പെക്ട്രൽ ലൈൻസിന്റെ പേര് പറയുക, അത് ഏത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഏത് റീജിയനിലാണ് വരുന്നത് എന്നും പറയാം. ഓക്കെ, ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. സോ സീരീസിന്റെ പേര് എന്ന് വെച്ചാൽ ലൈമൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ഇതാണ് ലൈനുകൾ. അതായത് ഹൈഡ്രജന്റെ എനർജി സ്റ്റേറ്റ്സ് ഇങ്ങനെയാണ്. അതായത് മുകളിലോട്ട് വരുമ്പോൾ ഈ എനർജി ഗ്യാപ്പ് കുറഞ്ഞു വരും. അതുകൊണ്ടാണ് ഇങ്ങനെ വരക്കുന്നത്. സോ n is equal to 1, n is equal to 2,
n is equal to 3, n is equal to 4, n is equal to 5, n is equal to 6. ഇങ്ങനെയാണ് അതിന്റെ എനർജി സ്റ്റേറ്റ്സ് വരുന്നത്. സോ ഹയർ എനർജി സ്റ്റേറ്റ്സിൽ നിന്നും അതായത് എങ്ങനെയാണ് നമുക്ക് സ്പെക്ട്രൽ ലൈൻ കിട്ടുന്നത്? ഇലക്ട്രോൺസ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്നു, അത് എക്സൈറ്റ് ചെയ്താണ് ഹയർ എനർജി സ്റ്റേറ്റിലോട്ട് പോകും. സോ ഹയർ എനർജി സ്റ്റേറ്റിലോട്ട് പോയ ഇലക്ട്രോൺസ് കുറച്ച് സമയം കഴിയുമ്പോൾ ഡി എക്സൈറ്റ് ചെയ്ത് ആ എനർജി അത് അബ്സോർബ് ചെയ്ത് പോയ ആ എനർജി റിലീസ് ചെയ്തിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് തിരിച്ചു വരും. ഓക്കെ, ആ എന്താ പറയാ റിലീസ് ചെയ്യുന്ന എനർജിയാണ് നമുക്ക് ഇങ്ങനെ സ്പെക്ട്രൽ ലൈൻസ് ആയിട്ട് കാണുന്നത്. സോ ഹയർ എനർജി സ്റ്റേറ്റിലോട്ട് പോയ ആൾക്കാർ തിരിച്ചു വരുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ടാണ് എങ്കിൽ, ഇങ്ങനെ ഹയർ സ്റ്റേറ്റുകളിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒബ്സർവ് ചെയ്യുന്ന ഈ ലൈനാണ് ലൈമൻ സീരീസ്. ഇതിന് നമുക്ക് അൾട്രാവയലറ്റ് റീജിയനിലാണ് കാണാൻ സാധിക്കുക. ഓക്കെ, ദെൻ ബാമ സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ എനർജി സ്റ്റേറ്റുകളിൽ നിന്ന് ഇങ്ങനെ n is equal to 2 എന്ന എനർജി സ്റ്റേറ്റിലോട്ടാണ് തിരിച്ചു വരുന്നതെങ്കിൽ ഇതാണ് ബാമ സീരീസ്. ഇതിനെ നമുക്ക് വിസിബിൾ റീജിയനിലാണ് കാണാം. സോ വിസിബിൾ റീജിയനിൽ വരുന്ന ഹൈഡ്രജൻ സ്പെക്ട്രം ലൈൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാമ എന്നാണ് ആൻസർ പറയുന്നത്. ദെൻ തിരിച്ചു വരുന്നത് ഇങ്ങനെ n is equal to 3 അതിനെ നമുക്ക് പാഷൻ എന്ന് പറയും. അതുപോലെ n is equal to 4 വരുന്നതെങ്കിൽ അത് ബ്രാക്കറ്റ് ആണ്. ദെൻ n is equal to 5 വരുന്നതെങ്കിൽ അതിനെ ഫണ്ട് എന്നും പറയും. അപ്പൊ പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട് ഈ മൂന്നാൾക്കാരും ഇൻഫ്രാറെഡ് റീജിയനിലാണ് അതിന്റെ ലൈന് കാണിക്കുന്നത്. ഓക്കെ, ദ ബാമ സീരീസ് ഓഫ് ലൈൻസ്. സോ ഇങ്ങനെ ഓരോ ലൈനും ഏതിലോട്ടാണ് തിരിച്ചു വരുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ദ ബാമ സീരീസ് ഓഫ് ലൈൻസ് ഇൻ ദ ഹൈഡ്രജൻ സ്പെക്ട്രം appear in the visible region of electromagnetic spectrum. It's a statement. Calculate the wave number of the second line in the Balmer series. ബാമ സീരീസിലെ രണ്ടാമത്തെ ലൈനിന്റെ വേവ് നമ്പർ കണ്ടുപിടിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. ആകെ ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഇത് വെച്ചിട്ട് നമുക്ക് വേവ് നമ്പർ കണ്ടുപിടിക്കണം. സോ അതിന്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേവ് നമ്പർ ആണ് ന്യൂ ബാർ എന്ന ലൈൻ സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ വേവ് നമ്പറിനെ പറയാ. സോ ന്യൂ ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഡയുടെ റെസിപ്രോക്കൽ ആണ്, 1/λ ആണ് ന്യൂ ബാർ. അതിന്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 109,677 into 1/n1² minus 1/n2². ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇതില് ലാംഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, വേവ് ലെങ്ത് ആണ്. n1 എന്ന് വെച്ചാൽ ഏത് സ്റ്റേറ്റിലോട്ടാണോ തിരിച്ചു വരുന്നത് അതാണ് n1. n2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നാണോ തിരിച്ചു വരുന്നത് അതാണ് n2. സോ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് ലൈൻ ഓഫ് ബാമ സീരീസ് ആണ്. ഇതാണ് ബാമ സീരീസ്. ബാമ സീരീസിന്റെ ഒന്നാമത്തെ ലൈന് എന്ന് വെച്ചാൽ n is equal to 3 നിന്ന് n is equal to 2 വരുന്നത്. ഇതാണ് ബാമ സീരീസിന്റെ ഒന്നാമത്തെ ലൈന്. രണ്ടാമത്തെ ലൈന് എന്ന് വെച്ച് കഴിഞ്ഞാൽ n is equal to 4 നിന്ന് n is equal to 2 വരുന്നത്. മൂന്നാമത്തെ ലൈന് എന്ന് പറയുമ്പോൾ n is equal to 5 നിന്ന് n is equal to 2 വരുന്നത്. സോ നമ്മളോട് ഡയറക്റ്റ് ചോദിച്ചിട്ടുള്ള സെക്കൻഡ് ലൈൻ ഓഫ് ബാമ സീരീസ് ആണ്. സോ അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് n1 എന്താ n2 എന്താ എന്ന് അറിഞ്ഞിരിക്കണം. സോ n1 എന്ന് വെച്ചാൽ ഏതിലോട്ടാണോ തിരിച്ചു വരുന്നത്, n is equal to 2 തിരിച്ചു വരുന്നത്. സോ n1 എന്ന് വെച്ചാൽ 2 ആണ്. പിന്നെ സെക്കൻഡ് ലൈനിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ലൈൻ ആയിരുന്നെങ്കിൽ n2 3 ആയിരുന്നു. 3 നിന്ന് തിരിച്ചു വരുമ്പോഴാണ് n2 3 ആവുക. ബട്ട് ഇവിടെ സെക്കൻഡ് ലൈൻ പറഞ്ഞതുകൊണ്ട് n is equal to 4 നിന്നാണ് തിരിച്ചു വരുന്നത്. സോ n2 is equal to 4. വാല്യൂസ് ഡയറക്റ്റ് ഇക്വേഷനിൽ കൊടുക്കുക. 109,677 into 1/2² minus 1/4². ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ന്യൂ ബാർ വേവ് നമ്പർ. ഇനി ഇതിന്റെ വേവ് ലെങ്ത് ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ കാണേണ്ടി വരുമായിരുന്നു. സോ അങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. Next question, find the maximum number of emission lines when the excited electron of hydrogen atom in n is equal to 6 drops to the ground state. Okay, so ഇതിന്റെ equation എന്ന് വെച്ചാൽ maximum number of emission lines ന്റെ equation എന്ന് വെച്ചാൽ actually n1 minus n2 into ഒരു മിനിറ്റ് ഇവിടെ ഒന്ന് വായിക്കട്ടെ. eraser. Okay, pointer n1 minus n2 plus 1 divided by
2. ഇതാണ് ആക്ച്വലി മാക്സിമം നമ്പർ ഓഫ് എമിഷൻ ലൈൻസിന്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, സോ n1 എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണോ വരുന്നത് അത് n2 എന്ന് വെച്ചാൽ എങ്ങോട്ടാണ്, ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ടാണെങ്കിൽ n2 ഇവിടെ 1 ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ അതാണ് n1 ഉം n2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾക്ക് ഇവിടെ n എന്ന് വെച്ച് കഴിഞ്ഞാല് n is equal to 6 നിന്നാണ് വരുന്നത് എന്നാണ് പറഞ്ഞത്. സോ n1 നമുക്ക് 6 എടുക്കാം. n2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ടാണ് വരുന്നത്. ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരുമ്പോൾ അതിന്റെ വാല്യൂ 1 ആയിരിക്കും അല്ലേ. അപ്പോ 6 മൈനസ് 1 ഇൻറ്റു n1 മൈനസ് n2 എന്ന് പറയുമ്പോൾ 1 അല്ലേ. അപ്പോൾ 1 പ്ലസ് 1 ആവും. മൈനസ് 1 പ്ലസ് 1 ആവുമ്പോൾ ഈ സാധനം ക്യാൻസൽ ആയി പോകും. അപ്പോഴാണ് നമ്മൾ ഈ ഇക്വേഷനിലോട്ട് വരുന്നത്. n ഇൻറ്റു n മൈനസ് 1, ഈ n2 1 ആയതുകൊണ്ടാണ് ഇങ്ങനെ n മൈനസ് 1 ആയത്. സോ ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ടാണ് തിരിച്ചു വരുന്നതെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് എമിഷൻ ലൈനിന്റെ ഇക്വേഷൻ n ഇൻറ്റു n മൈനസ് 1 ബൈ 2 എന്നുള്ളതാണ്. എന്നാൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ടല്ല, n is equal to 3ലോട്ടാണ്, അങ്ങനെ n is equal to 4ലോട്ട് ഒക്കെയാണ് തിരിച്ചു വരുന്നതെങ്കിൽ, 1 അല്ലാത്ത നമ്പറിലോട്ടാണ് തിരിച്ചു വരുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ഈ ഇക്വേഷൻ ആണ്. n1 മൈനസ് n2 ഇൻറ്റു n1 മൈനസ് n2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. സോ n is equal to 6ൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ടാണ് വരുന്നത്. സോ n ന്റെ വാല്യൂ 6 കൊടുക്കാം. സോ 6 ഇൻറ്റു 6 മൈനസ് 1 ബൈ 2 is equal to 15. ഇതാണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗിവ് ദ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് Bohr മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഓൾസോ റൈറ്റ് 2 മെറിറ്റ്സ് ആൻഡ് 2 ലിമിറ്റേഷൻസ് ഓഫ് ദിസ് മോഡൽ. ബോർ മോഡൽ, ഹൈഡ്രജൻ ആറ്റത്തിന്റെ ബോർ മോഡലിന്റെ പോസ്റ്റ്ലേറ്റ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ പോസ്റ്റ്ലേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. The electron in the hydrogen atom can move around in nucleus in circular paths of fixed radius and energy. ഫിക്സ്ഡ് റേഡിയസും എനർജിയും ഉള്ള സർക്കുലർ പാത്തിൽ കൂടെ ആണ് ഈ ഇലക്ട്രോൺ, ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് എന്നാണ് ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ്. These paths are called orbits or stationary states or allowed energy states. ഈ പാത്സിനെ, ഈ സർക്കുലർ പാത്സിനെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ് അല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റേറ്റ് അല്ലെങ്കിൽ അലൗഡ് എനർജി സ്റ്റേറ്റ്സ്. The energy of an electron in an orbit does not change with time. ആ ഒരു ഓർബിറ്റിൽ ഇരിക്കുന്ന അത്രയും കാലം ആ ഒരു ഇലക്ട്രോണിന്റെ എനർജി ചേഞ്ച് ചെയ്യില്ല. However, when an electron absorbs energy, it will move away from the nucleus. ഇനിയിപ്പോ ഈ ഇലക്ട്രോൺ കുറച്ച് എനർജി നമ്മൾ കൊടുത്തു, ആ എനർജി അത് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു സ്റ്റേറ്റിൽ നിന്ന്, ഒരു സ്റ്റേഷനറി സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേഷനറി സ്റ്റേറ്റിലോട്ട് away from the nucleus മൂവ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് എക്സൈറ്റേഷൻ ഒക്കെ നടക്കുന്നത്. The radius of orbits can be given by the equation Rn is equal to a0 n square. ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കണം. സോ a0ന്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 52.9 പൈക്കോമീറ്റർ ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓർബിറ്റിന്റെ, ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസ് ആണ് 52.9 പിക്കോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ Rn is equal to a0 n square എന്ന ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. The energy of electron in an orbit is given by the expression En is equal to negative RH by n square. ഈ ഇക്വേഷനും അറിഞ്ഞിരിക്കണം. ഈ RH എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ വരുന്നത് 2.18 into 10 to the power minus 18. ഇതാണ് RHന്റെ വാല്യൂ. ആ വാല്യൂ ഓക്കെ ഇവിടെ തന്നിട്ടുണ്ട്. n is equal to 1, 2, 3 അങ്ങനെ ഹോൾ നമ്പർ ആയിട്ട് വരുന്ന സ്റ്റേറ്റുകളാണ്, ഏത് ഓർബിറ്റ് ആണ് എന്നതാണ് n എന്ന് വെച്ച് കഴിഞ്ഞാൽ. ആൻഡ് RH is a constant called Rydberg constant value തന്നിട്ടുണ്ട്. The frequency of radiation absorbed or emitted when transition occurs between two stationary states that differ in energy by delta E is given by nu is equal to delta E by H. അതായത് രണ്ട് എനർജി സ്റ്റേറ്റ്സിന്റെ ഇടയിൽ ട്രാൻസിഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രാൻസിഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്നതിന്റെ ആ റേഡിയേഷൻ ഉണ്ടാവില്ല. ആ റേഡിയേഷന്റെ ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ is equal to delta E by H ആണ്. നമ്മൾ കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ടുള്ള ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ delta E is equal to H nu. ഈ ഒരു ഫോമാണ് നമുക്ക് സാധാരണ അറിയാം. സോ ന്യൂവിനെ അവിടെ വെച്ചിട്ട് ഡെൽറ്റ ഇയുടെ താഴോട്ട് എച്ചിനെ കൊണ്ടുവരികയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, the angular momentum of an electron is an integral multiple of h by 2 pi. h by 2 pi യുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും ആംഗുലർ മൊമെന്റം. അതായത് mvr is equal to nh by 2 pi. ഈ ഇക്വേഷനും ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ബോർ മോഡലിന്റെ മെറിറ്റ്സ്
എന്തൊക്കെയാണ്? ഇറ്റ് കുഡ് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം, ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. ഇറ്റ് കുഡ് എക്സ്പ്ലെയിൻ ലൈൻ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ ആറ്റം ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് ആറ്റം, ഹൈഡ്രജന്റെയും ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിന്റെയും ലൈൻ സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. ബട്ട് ഡിമെറിറ്റ്സ് വരുന്നത് എന്താണ്? ഫൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദി സ്പെക്ട്രം ഓഫ് ആറ്റം അതർ ദാൻ ഹൈഡ്രജൻ, ഹൈഡ്രജനും ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിന്റെയും മാത്രം കാര്യമേ ബോർ മോഡലിൽ പറയുന്നുള്ളൂ. സോ ഹയർ കൂടുതൽ അറ്റോമിക് നമ്പർ വരുന്ന, അതായത് ഒന്നിലധികം ഇലക്ട്രോൺസ് വരുന്ന സ്പീഷീസസിന്റെ മോഡല് അല്ലെങ്കിൽ അതിന്റെ സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒന്നും ആർക്ക് കഴിഞ്ഞിട്ടില്ല? ബോർ മോഡലിന് കഴിഞ്ഞിട്ടില്ല. അതാണ് അതിന്റെ ഡിമെറിറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ഹൗ ദ ഡിഫറെന്റ് സീരീസ് ഓഫ് ലൈൻസ് ആർ ഫോംഡ് ഇൻ ദ ഹൈഡ്രജൻ സ്പെക്ട്രം. എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എക്സൈറ്റേഷൻ നടക്കുമ്പോൾ ഒരാൾ സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആൾക്കാർ എനർജി അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റ് ചെയ്ത് പോകും. ആ ഹയർ സ്റ്റേറ്റിൽ നിന്ന് ആ അബ്സോർബ് ചെയ്ത എനർജി റിലീസ് ചെയ്തിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ടോ അല്ലെങ്കിൽ താഴെയുള്ള സ്റ്റേറ്റിലോട്ട് തിരിച്ചു വരും. അങ്ങനെ ഡീഎക്സൈറ്റ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ് ഇങ്ങനെ ലൈനായിട്ട് ഹൈഡ്രജൻ സ്പെക്ട്രമായിട്ട് നമുക്ക് കാണുന്നത്. Derive an equation to find the wave number of a line in hydrogen spectrum. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ വേവ് നമ്പറിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടു. അതിന്റെ ഡെറിവേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഡെറിവേഷൻ അറിഞ്ഞിരിക്കണം. കൺസിഡർ ടു എനർജി സ്റ്റേറ്റ്സ്. ഇവിടെ നിന്നാണ് ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടുന്ന് കൺസിഡർ ടു എനർജി സ്റ്റേറ്റ്സ് E1 and E2 in hydrogen atom. രണ്ട് എനർജി സ്റ്റേറ്റ്സ് ആണ്. The energy gap between the two orbits is given by the equation delta E is equal to E2 minus E1. രണ്ട് സ്റ്റേറ്റിന് എനർജി E1 E2 ഉണ്ട്. സോ അത് തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ E2 minus E1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ബട്ട് E1 is equal to negative RH by N1 square. ഇത് നമ്മളെ ഇക്വേഷൻ ആണ്. ഏതില്? ബോർ മോഡലിന്റെ പോസ്റ്റ്ലേറ്റ്സിൽ വരുന്ന ഇക്വേഷൻ ആണ് ഇത്. ഇ എന്ന് വെച്ചാൽ നെഗറ്റീവ് RH ബൈ എൻ സ്ക്വയർ ആണ് എന്നുള്ളത്. സോ E1ന്റെ കാര്യം എടുക്കുമ്പോൾ നെഗറ്റീവ് RH ബൈ N1 സ്ക്വയർ, E2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് RH ബൈ N2 സ്ക്വയർ. സോ ഈ വാല്യൂസ് എടുത്തിട്ട് ഇതിൽ കൊടുക്കുക. സോ ദർഫോർ ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു, രണ്ടിലും RH കോമൺ ആണ്. സോ RH പുറത്തോട്ടെടുത്തു. ദെൻ 1 ബൈ N1 സ്ക്വയർ മൈനസ് 1 ബൈ N2 സ്ക്വയർ. RHന്റെ വാല്യൂ നേരത്തെ പോസ്റ്റ്ലേറ്റ്സ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 2.18 into 10 to the power minus 18 ആണ്. ദെൻ 1 by N1 square by minus 1 by N2 square. The frequency associated with the absorption and emission of photon can be given as. ന്യൂയുടെ ഇക്വേഷൻ, ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ്. ന്യൂ is equal to delta E by H. സോ E ഇതാണ്. ഡെൽറ്റ ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഡെൽറ്റ ഇ. ഇതിനെ ഡിവൈഡ് ബൈ എച്ച് ചെയ്യുക. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 2.18 into 10 to the power minus 18, അത് ഈ നമ്പർ ആണ്. ഡിവൈഡ് ബൈ എച്ചിന്റെ വാല്യൂ ആണിത്. 6.626 into 10 to the power minus 34 into 1 by N1 square minus 1 by N2 square. ഇത് ചെയ്ത് കഴിഞ്ഞാൽ, കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് ഇത്. 3.29 into 10 to the power 15 into 1 by N1 square minus 1 by N2 square. ഇത് ന്യൂ ആണ്, അതായത് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ആണ് ഇത്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള വേവ് നമ്പർ ആണ്. സോ വേവ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഡയുടെ റെസിപ്രോക്കൽ ആണ്, 1 by ലാംഡ ആണ്. ലാംഡയുടെ ഇക്വേഷൻ ആണ്, അതായത് C is equal to ന്യൂ ലാംഡ. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ ആണ്. സോ ഇത് വെച്ചിട്ട് 1 by ലാംഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 1 by ലാംഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ബൈ സി ആണ്. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സോ ന്യൂയുടെ ഇക്വേഷൻ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. ഇതാണ് ന്യൂ. ബൈ സി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. സ്പീഡ് ഓഫ് ലൈറ്റിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്, 3 into 10 raised to 8. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ന്യൂയുടെ ആ ഇക്വേഷനെ നമ്മൾ സി വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 1.09677 into 10 raised to 7 into 1 by N1 square minus 1 by N2 square. ഇത് മീറ്റർ ഇൻവേഴ്സിലാണ്. ഓക്കെ, അതായത് 109,677 into 1 by N1 square minus 1 by N2 square സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഇതാണ് നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്തപ്പോഴൊക്കെ എടുത്ത വാല്യൂ. ഓക്കെ, കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ദ സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ലിഥിയം 2+. ലിഥിയം 2+ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്. ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് എന്ന് വെച്ചാൽ എന്താ?
ആകെ ഒറ്റ ഇലക്ട്രോൺ മാത്രമുള്ള സ്പീഷീസിനെയാണ് നമ്മൾ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസസ് എന്ന് പറയുക. ഓക്കെ, സോ ലിഥിയത്തില് 3 ഇലക്ട്രോൺ ആണ് ടോട്ടൽ ഉള്ളത്. സോ ലിഥിയം 2+ എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് ലോസ്റ്റ് 2 ഇലക്ട്രോൺസ്. ദെൻ നമുക്ക് ആകെ ഒരു ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. എക്സ്പ്രസ് ദി ആൻസർ ഇൻ നാനോമീറ്റർ. അപ്പൊ ഇതിന്റെ സെക്കൻഡ് ഓർബിറ്റിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ RNന്റെ ഇക്വേഷൻ ഹൈഡ്രജൻ ആറ്റത്തിന് A0n² എന്നാണ്. സോ ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസിന്റെ കേസാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഡിവൈഡ് ബൈ Z ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എനർജി പറഞ്ഞപ്പോൾ എനർജിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? -RH by n². ഓക്കെ, ഇതായിരുന്നു എനർജിയുടെ ഇക്വേഷൻ. സോ ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസിന്റെ കേസ് ആവുമ്പോൾ ഇവിടെ ഒരു Z² കൂടെ ഉണ്ടാവും. ഓക്കെ, സോ ഈ ഇക്വേഷൻ കൂടെ അറിഞ്ഞിരിക്കണം. കുറെ ഇക്വേഷൻസ് ഉണ്ട്, അതെല്ലാം വെച്ചിരിക്കുക. റേഡിയസ് ഇസ് ഈക്വൽ ടു RN. റേഡിയസ് RN ഇസ് ഈക്വൽ ടു A0n² divided by Z. A0 is a constant, 52.9 picometer ആണ്. N എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഓർബിറ്റിന്റെ റേഡിയസ് ആണ് നമുക്ക് കാണേണ്ടത്, അതാണ് N. സോ N is equal to 2. Z എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ ആണ്. ഇവിടെ നമ്മൾ ലിഥിയത്തിന്റെ കേസിലാണ്, ലിഥിയത്തിന്റെ ഓർബിറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ Z is equal to 3 for lithium. ഓക്കെ, ദെൻ ഈ വാല്യൂസ് നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുക. RN is equal to 52.9 into 2² by 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, 70.53 into 53 പിക്കോമീറ്റർ എന്നതാണ് ആൻസർ. ഓക്കെ, സോ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്, ക്വാണ്ടം മെക്കാനിക്കൽ മോഡലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, താങ്ക് യു.